കയറുക എന്നുള്ളത് അസാധ്യമായൊരു കാര്യമായിരുന്നു. അന്നു മുതൽ പിന്നെ ആ കാര്യത്തിൽ എനിക്ക് എന്താ പേര്, എനിക്കത് സാധ്യമാണ്. ഞാൻ വെള്ളത്തിൽ ചാടി നീന്തുന്നത് ആദ്യമായി നീന്തിയ ദിവസം വരയ്ക്കും എനിക്ക് നീന്തൽ അസാധ്യമായിരുന്നു. നമ്മളത് ചെയ്യുന്ന മൊമെന്റ് വരയ്ക്ക് മാത്രമാണ് അസാധ്യം. ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ സാധ്യമാണ്. അടുത്തത്, വിജയം എന്നത് ചെറിയ പരിശ്രമങ്ങളുടെ ആകത്തുകയാണ്, വലിയ പരിശ്രമങ്ങളുടെ തുകയല്ല. പല തുള്ളി പെരുവെള്ളം. കേരളത്തെ മുഴുവൻ മുഖ്യ പ്രളയം ഉണ്ടായത് തുള്ളിത്തുള്ളിയായി പെയ്ത മഴ കാരണമാണ്. ചിന്തിച്ചു നോക്കിയേ, തുള്ളി വെള്ളങ്ങൾ ഒരുമിച്ചിട്ടാണ് കേരളം മുങ്ങിയത്. തുള്ളിയുടെ വില മനസ്സിലാക്കുക. ചെറിയ പരിശ്രമങ്ങളുടെ ആകത്തുകയാണ് വിജയം. വലിയത് ചെയ്തിട്ടല്ല ആളുകൾ എവിടെയെങ്കിലും എത്തിയത്, ചെറിയത് ഒരുപാട് ചെയ്തിട്ടാണ്, ഒരുപാട് കാലം ചെയ്തിട്ടാണ്. റണ്ണിങ് കോമ്പറ്റീഷനിൽ ഒറ്റയടിക്ക് അങ്ങോട്ട് സ്പീഡിൽ ഓടിയിട്ട് പിന്നെ തളർന്നു വീഴുന്ന ആൾക്കാരുണ്ട്. പക്ഷേ വലിയ കിലോമീറ്ററുകൾ റൺ ചെയ്യുമ്പോഴേ പതുക്കെ 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 ഓടിയിട്ട് ലാസ്റ്റ് വരെ കൺസിസ്റ്റൻ്റായി ഓടുന്നവരുണ്ട്. കിലോമീറ്ററുകൾ നിങ്ങൾക്ക് ഓടേണ്ട ദൂരം കൂടുതലാണെങ്കിൽ തുടക്കത്തിലെ സ്പീഡ് കുറച്ച് ഓടണം. ആൻഡ് നെക്സ്റ്റ് വൺ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോട്ടാണ്. നിങ്ങൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരിക്കലും ക്ലോക്ക് നോക്കാതിരിക്കുക. നിങ്ങളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരിക്കലും ക്ലോക്ക് നോക്കാതിരിക്കുക, സമയം നോക്കാതിരിക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ 100% പാലിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് സമയവും കലണ്ടറൊന്നും ഒരു പിടിയില്ലാത്തൊരു മനുഷ്യനുമാണ് കേട്ടോ. ഞാനൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ക്ലോക്ക് നോക്കില്ല, ഭക്ഷണം കഴിക്കാറായോ നോക്കില്ല, ചായ കുടിക്കാറായോ നോക്കില്ല, ഒന്നും നോക്കില്ല. ഞാനൊരു പ്രവൃത്തി ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ പിന്നെ പ്രവൃത്തി മാത്രമാണ് എനിക്ക്. അത് കഴിഞ്ഞിട്ടാണ് നോക്കി. ഞാൻ കമ്പ്യൂട്ടറിൽ ഇരുന്നൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഈ കണ്ണ് ഈ വലത്തെ മൂലയിലേക്ക് ഒന്ന് കൊണ്ടുപോയാൽ അവിടെ ടൈമുണ്ട്. അത് നോക്കാതെ ബലം പിടിച്ചിരിക്കുന്നു എന്നല്ല, അങ്ങോട്ട് പോവില്ല, അത് നോക്കാൻ തോന്നില്ല. പ്രവൃത്തിയിൽ മാത്രമായിരിക്കും, ഈ ചുറ്റും പോവില്ല കണ്ണ്. സമയം നോക്കരുത്. നിങ്ങൾ സീരിയസ് ആണെങ്കിൽ കേട്ടോ, വല്ലവർക്കും വേണ്ടി വല്ലതൊക്കെ ചെയ്യണ പോലെ അഭിനയിക്കുകയാണെങ്കിൽ നിങ്ങൾ സമയമല്ല അതിനപ്പുറം നോക്കും. ഞാനിവിടെ ഒരു തലമുടി വെട്ടാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയിരുന്നു. നാട്ടിൽ തന്നെ ഒരു സ്ഥലത്ത്, ഞാൻ സാധാരണ അവിടെ പോകാറില്ല, തിരക്ക് പിടിച്ചോ വേഗം ഒന്ന് തലമുടി ഒന്ന് ഷേപ്പാക്കാൻ വേണ്ടി പോയതാണ്. ആ പുള്ളീനെ പിന്നെ അവിടേക്ക് ഇങ്ങനെ നോക്കും, പിന്നെ അങ്ങനെ അങ്ങോട്ട് നോക്കും. അപ്പോൾ ഞാൻ പുള്ളീനോട് ചോദിച്ചു, നിങ്ങൾ തലമുടി വെട്ടണ റോട്ടിലെ കാഴ്ചകൾ കാണാം, ഞാൻ എൻ്റെ ഒരു പണി ചെയ്യുമ്പോൾ 100% അതിലായിരിക്കും ശ്രദ്ധിക്കുക. നിങ്ങൾ എൻ്റെ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയി തലമുടിയായിട്ട് വെട്ടിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ഇതിലേക്ക് മാത്രം നോക്കൂ, അല്ലെങ്കിൽ പറ്റില്ലെങ്കിൽ പണി നിർത്തൂ. ആളുകൾ എന്തുകൊണ്ടാണ് അവരൊന്നും രക്ഷപ്പെടാത്തതെന്നുള്ളതിൻ്റെ ഉത്തരമാണ് അത് കാണുന്നത്. ചെയ്യുന്ന പണിയിൽ ശ്രദ്ധയില്ല, അപ്പുറത്ത് നടക്കുന്നതൊക്കെ കാണണം അവർക്ക്. ചിന്തിച്ചു നോക്കിയേ, ഒരിക്കലും ഒന്നിലേക്കും നോക്കരുത്, പ്രത്യേകിച്ച് ക്ലോക്കിലേക്ക്. നിങ്ങൾ സീരിയസ് ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ക്ലോക്ക് നോക്കി ജോലി ചെയ്യുന്നവർ രക്ഷപ്പെടില്ല. ഓക്കെ.